സോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്ന HST എക്സാമിനേഷനിലെ 10 ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ള ഒരു ചെറിയ ഡിസ്കഷൻ. ഈ ഡിസ്കഷനിലൂടെ ചില ക്വസ്റ്റ്യൻസ്, ഒരു 3 ക്വസ്റ്റ്യൻ ഹിസ്റ്റോറിയോഗ്രഫി റിലേറ്റഡ് ആണ്, ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ കേരള ഹിസ്റ്ററി റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ കേരള റിനൈസൻസ് എന്ന് പറയുന്ന ജനറൽ പേപ്പറിന്റെ കോണ്ടന്റ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ്. നിങ്ങൾ ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരുന്ന സമയത്ത് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ആൻസർ ആദ്യം ക്ലിക്ക് ചെയ്യും. അതിൽ ചിലത് എക്സ്പ്ലനേഷൻ കൂടുതൽ ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഞാൻ ഡിസ്കസ് ചെയ്യാം. അതിപ്പോ തന്നെ പഠിച്ചു പോവാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം. ഇത് മെത്തേഡ് 1. രണ്ടാമത്തത്, ഞാൻ സ്പെസിഫിക്കലി കുറച്ച് ആൾക്കാരോട് ചോദിക്കാൻ ശ്രമിക്കാം. അപ്പൊ ആ സമയത്ത് അവർ കൃത്യമായിട്ട് ഒരു റെസ്പോൺസ് നൽകി കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യന്റെ അല്ലെങ്കിൽ ഫർദർ ഇനി എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് തുടങ്ങിയുള്ള ഡിസ്കഷൻസ് കൂടെ വെച്ചിട്ട് മുന്നോട്ട് പോകാം. സോ ഗിവ് മി എ റെസ്പോൺസ് ഗൈസ്. ആർ യു റെഡി? ചാറ്റ് വഴി റെസ്പോണ്ട് ചെയ്താൽ മതി. ലൈവായിട്ട് തന്നെ അങ്ങോട്ട് ചാറ്റ് ചെയ്യുക പെട്ടെന്ന്, ഇനി ഡിലേ ആക്കിയിട്ട് നിൽക്കണ്ട, പെട്ടെന്ന്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ നമുക്ക് ഏറിപ്പോയ 20 മുതൽ 30 മിനിറ്റ് സമയം എടുക്കുള്ളൂ. നിങ്ങൾ അത് ഫുള്ള് ഇവിടെ തന്നെ ഉണ്ട് എന്ന് എൻഷുർ ചെയ്യുക. ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. ഇതിലൂടെ എങ്ങനെ ക്വസ്റ്റ്യൻസ് വരാന്നുള്ള ഒരു അപ്രോച്ചോടെ എടുക്കുക. ഐ വാണ്ട് റെസ്പോൺസ് ഫ്രം ഓൾ. നിങ്ങൾ ഈ സെഷൻ ചുമ്മാ ഇരുന്ന് കൊള്ളാലോ കളി എന്ന് വിചാരിച്ചിരിക്കരുത്. ഇത് കൊള്ളാവുന്ന കളിയല്ല, നമ്മൾ എഴുതാൻ പോകുന്ന കളിയാ. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. സോ ലെറ്റ് മീ സ്റ്റാർട്ട് ഗൈസ്. ഗെറ്റ് റെഡി. ഹിയർ ഈസ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു ആൻസർ നിങ്ങൾ പിക്ക് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ആക്കി തരുവാണ്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങളുടെ ആൻസർ മാർക്ക് ചെയ്യുക. ഫൈൻ. നിങ്ങൾ മൈക്ക് ശ്രദ്ധിക്കുക. ക്ലാസ് റൂമിൽ ഇരിക്കുന്നവർ ക്ലാസ് റൂമിൽ തന്നെ ഇരിക്കുക. അല്ലാത്തവർ, അതായത് സെഷനിൽ ഇരിക്കുന്നവർ സെഷനിൽ ഫോക്കസ് ചെയ്യുക. അല്ലാത്തവർ പ്ലീസ് ലീവ് ദ സെഷൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം ബാക്കിയുള്ളവരുടെ എനർജി കൂടി നമ്മൾ കളയേണ്ടതില്ലല്ലോ. സോ ഹിയർ ഇസ് യുവർ ക്വസ്റ്റ്യൻ. യാ, കുറെ ആൾക്കാർ ആൻസർ ചെയ്യുന്നുണ്ട്. യാ, വെരി ഗുഡ്. പെട്ടെന്ന് ആൻസർ ആയി. കൊമന്റ് ചെയ്യും. ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ സെഷനിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഇത് കൊമന്റ് ചെയ്യും. തെറ്റിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷെ കൊമന്റ് ചെയ്യാതിരുന്നിട്ട് എന്താ കാര്യം? യാ, വെരി ഗുഡ്, വെരി ഗുഡ്. യാ, എ ഗുഡ് നമ്പർ ഓഫ് പീപ്പിൾ കമന്റിങ് ഓപ്ഷൻ ഡി. അല്ലെ, ഡി ആണ്. എന്നാ ഓപ്ഷൻ എ കമന്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. യാ, ഡെഫിനറ്റ്ലി. ഇതെന്താ, നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ മുമ്പ് ചിലപ്പോൾ നിങ്ങൾ എക്സാമിനേഷൻ എഴുതിയപ്പോൾ നിങ്ങൾ അതിലൂടെ പഠിച്ചു പോയിട്ടുണ്ടാകും. അങ്ങനെയായിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ലെറ്റ് മീ റീഡ് ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, എന്നിട്ട് നമുക്ക് ഇതിന്റെ പോസിബിലിറ്റീസ് ഡിസ്കസ് ചെയ്തിട്ട് ആൻസർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു അപ്രോച്ചിലോട്ടാണ് പോകുന്നത്. കൃത്യമായിട്ട് കൂടെ ഉണ്ടാവുക. ഒന്ന്, നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത് ഹിസ്റ്റോറിയൻസും അവരുടെ സ്കൂളും. ഇത് വൺ ഓഫ് ദി ജനറൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ക്ലാസ്സസ് അത്യാവശ്യം എടുത്തപ്പോൾ നമ്മൾ പല സ്കൂളുകളും പല ആൾക്കാരും പല അവരുടെ ബുക്കുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹിസ്റ്റോറിയൻസും സ്കൂളും ചോദിച്ചതുപോലെ അടുത്തൊരു സാധ്യത നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഹിസ്റ്റോറിയൻസും അവരുടെ വർക്കും. നമ്മൾ ഫെമിനിസ്റ്റ് ഹിസ്റ്റോറിയൻസിന്റെ ഒരു ഡിസ്കഷൻ നടത്തിയ സമയത്ത് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഹിസ്റ്റോറിയൻസും അവരുടെ വർക്കുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് മിസ്സാക്കരുത്. അപ്പൊ ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇങ്ങനെ ചോദിക്കാം. ഫൈൻ. അടുത്തത് നിങ്ങൾക്ക് ഒരു സാധ്യത ഉള്ളത്, എന്തായാലും ഹിസ്റ്റോറിയൻസ് കയറി വരും ഡെഫിനറ്റ്ലി. അപ്പൊ ഹിസ്റ്റോറിയൻസും വർക്ക് എങ്ങനെ വരും എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ആ ഫെമിനിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി ജെൻഡർ സ്റ്റഡീസിന്റെ യൂട്യൂബ് വീഡിയോ പോയ സമയത്ത് കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കാണുക. കാരണം വൺ ഓഫ് ദി കുറച്ച് ടഫ് ഉള്ള ഏരിയ ആണ് അതൊക്കെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചു പോവാ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഇനി നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് അറിയാം, റൂസോ നിങ്ങൾ കേട്ടതാണ്, ഗിബ്ബൺ നിങ്ങൾ കേട്ടതാണ്, കാണ്ട് നിങ്ങൾ കേട്ടതാണ്. ഒരു പക്ഷെ ജീൻ ബോഡി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ റൂസോ എന്ന് പറയുന്ന ഒരാള്, ഗിബ്ബൺ, ഇമാനുവൽ കാണ്ട്, ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ ഇവരുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് ക്ലാസ് റൂമിൽ നമ്മൾ ഡീറ്റെയിൽഡ് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ബട്ട് അറ്റ് ദി സെയിം ടൈം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇവർ ഈ 4 ആദ്യത്തെ സ്കൂൾ ഏതാ? പീരിയോഡിക്കലി നോക്കുമ്പോൾ ആദ്യമായിട്ട് ഹിസ്റ്റോറിക്കലി വരുന്ന സ്കൂൾ ഏതായിരിക്കും? ഡെഫിനറ്റ്ലി, വെരി ഗുഡ് ശ്രുതി. റിനൈസാൻസ് സ്കൂൾ ആയിരിക്കും വരുന്നത്. കാരണം അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, എൻലൈറ്റ്മെന്റും റൊമാൻറ്റിസിസും റൊമാൻറ്റിക് ഐഡിയലിസം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്റെ നെറ്റ്വർക്കിന് ഇഷ്യൂ എന്തുകൊണ്ടെന്ന് തോന്നുന്നു. വോയിസ് ക്ലിയർ ആണോ? ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു ഇൻ ബിറ്റ്വീൻ. ഓക്കെ, ഇടയ്ക്കൊരു അൺസ്റ്റേബിൾ എന്നുള്ളൊരു മെസ്സേജ് എനിക്ക് ഫീൽ ചെയ്തു. എനിഹൗ, ഓക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ടേ. മ്യൂട്ടല്ല, വീഡിയോ ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ ഗായ്സ്. വളരെ കൃത്യതയോടെ ശ്രദ്ധയോടെ കേൾക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ചാല്,
നമുക്ക് സ്കൂളുകളുടെ ഒരു പീരീഡ് ഡെഫിനറ്റ്ലി നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള ബേസിക് ടിപ്പാ പറഞ്ഞിരുന്നത്. നമ്മുടെ ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ഒരു റിവിഷൻ ക്ലാസ് ഡെഫിനറ്റ്ലി വരുന്നുണ്ട്. എല്ലാവരും അത് അറ്റൻഡ് ചെയ്യുക, മിസ്സാക്കരുത്. അതിൽ നിങ്ങൾ ചെയ്യേണ്ട ബേസിക് സ്റ്റെപ്സിൽ ഒന്ന്, നിങ്ങൾ പീരീഡ് വെച്ചിട്ട് പഠിക്കുക. അതായത് ടൈം ലൈനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കൂളുകൾ ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ആൻഷ്യന്റ് പറയുമ്പോൾ നിങ്ങൾ ഗ്രീക്കും റോമനും ഇവിടെ എഴുതില്ലേ, ഡെഫിനറ്റ്ലി. പിന്നെ മിഡീവൽ കാലഘട്ടത്തിൽ എത്തുമ്പോൾ നിങ്ങൾ സെന്റ് അഗസ്റ്റിനെ കുറിച്ച്, സെന്റ് അഗസ്റ്റിൻ നമ്മൾ ആ സ്കൂളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയില്ലേ. പിന്നെ നമ്മുടെ ഇബ്നു ഖൽദൂനെ കുറിച്ച് പറയില്ലേ. പിന്നെ നമ്മൾ അതർ സ്കൂൾസ് ഇങ്ങനെ ഓരോന്ന് മോഡേൺ പീരീഡിൽ എത്തുമ്പോൾ സ്കൂളുകളുടെ എണ്ണം ഇങ്ങനെ കൂടി കൂടി വരും അല്ലേ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ടൈം ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരുടെ പേരങ്ങ് എഴുതി വെച്ചൂടെ, യെസ് ഓർ നോ? അങ്ങനെ അവരുടെ പുസ്തകങ്ങൾ എഴുതി വെച്ചൂടെ? അത്ര എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അയ്യാ. ഇപ്പൊ വോയിസ് ഒക്കെ ആണോ? ഒന്ന് പെട്ടെന്ന് പറയൂ. എനിക്ക് ബ്രേക്ക് അതാ കേട്ടത്. സാറിപ്പോ കേൾക്കാം, ഓക്കെയാണ്. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ, ഓക്കെ. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഇങ്ങനെ പീരിയോഡിക്കലായിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ക്രാഷ്, നമ്മൾ ഇതിനായിട്ടൊരു ക്രാഷ് ഡിസ്കഷൻ വെക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് എന്തായാലും അറ്റൻഡ് ചെയ്യണം, മിസ്സാക്കരുത്. ആൻഡ് ആൻസർ ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഗോസ് ഓപ്ഷൻ ഡി ആണ്. റൂസോ എന്ന് പറയുന്ന ആള്, അദ്ദേഹം റൊമാൻറ്റിസിസത്തിന്റെ ആളാ. അപ്പൊ അതിന്റെ മുന്നേ വന്നിട്ടുള്ള സ്കൂളാണ് എൻലൈറ്റ്മെന്റ് ഫിലോസഫി എന്നുള്ളത്. ഓക്കെ, അതിൽ വന്ന ഒരാളാണ് ഗിബ്ബൺ എന്ന് പറയുന്ന ആള്, എഡ്വേർഡ് ഗിബ്ബൺ. പിന്നെ ഇമാനുവൽ കാന്റ് വരുന്നുണ്ട്. അദ്ദേഹം എന്താണ്, ഈ റൊമാൻറ്റിസിസത്തിന്റെ തന്നെ ഒരു ബേസിക് സ്കൂളാണ് റൊമാൻറ്റിക് ഐഡിയലിസം. റൊമാൻറ്റിസിസത്തിന്റെ സ്കൂളാണ് റൊമാൻറ്റിക് ഐഡിയലിസം, അതിൽ വരുന്നതാണ്. അതിനൊക്കെ മുന്നേ ഒരു 16ാം നൂറ്റാണ്ടിൽ ജയിച്ച വ്യക്തിയാണ് ജീൻ ബോഡിൻ എന്ന് പറയുന്ന വ്യക്തി, റിനൈസൻസ് സ്കൂളിലാണ് വരുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടി ഐ ഹാവ് മെയ്ഡ് ഇൻ എ സ്മോൾ ടാബുലേഷൻ. ഗായ്സ്, ജസ്റ്റ് റീഡ് ദിസ് വൺ. ഇതൊന്ന് നോക്കിക്കേ. ഇത് നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു പോകാൻ പറ്റുമോ നോക്ക്. ഓക്കെ, ലെറ്റ് മീ റീഡ് ദിസ് ഫോർ യു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് റിനേസ എന്ന് പറയുന്ന സ്കൂളിൽ 15-16 നൂറ്റാണ്ട് സമയത്തല്ലേ ഡെഫിനറ്റ്ലി വരിക, നമ്മുടെ റിനേസ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട്. അപ്പൊ അവിടെ നമ്മുടെ ഫ്രാൻസിസ്കോ പെട്രാർക്ക് ഉണ്ട്. ഇദ്ദേഹം എന്തിനാ ഫേമസ് ആയിട്ടുള്ളത്, നമ്മളെ ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റി. അപ്പൊ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് അവരൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നത് അല്ലെ. അപ്പൊ അവരുടെ ബുക്കാണ് ഓൺ ഫേമസ് മെൻ. നിക്കോളോ മാക്കിയവെല്ലി, ദ പ്രിൻസ്, ഡിസ്കോസസ് ഓൺ ലിവി. അങ്ങനെ ഇറ്റാലിയൻ സിറ്റീസിനെ കുറിച്ചും ദ പൊളിറ്റിക്കൽ സ്റ്റേറ്റുള്ള പ്രിൻസിനെ കുറിച്ചൊക്കെ മാക്കിയവെലിയുടെ ബുക്കുകൾ ലോകത്ത് ഭയങ്കര ഫേമസ് ആ. ജീൻ ബോഡി നമ്മൾ പറഞ്ഞിട്ടുള്ള 6 ബുക്സ് ഓഫ് കോമൺവെൽത്ത്, ഇവരുടെ ഇങ്ങനത്തെ കുറച്ച് വർക്കുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് നിങ്ങൾ ചുമ്മാ ഇവർ ഈ സ്കൂളാണെന്ന് പറയുന്നേക്കാൾ അപ്പുറത്തോട്ട് ട്രൈ ടു ലേൺ സം ഓഫ് ദെയർ ബുക്സ്. അപ്പൊ അത് നിങ്ങൾ ഇവിടെയും കൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി എൻലൈറ്റൻമെന്റ്, 17-18 നൂറ്റാണ്ടിൽ വന്നിട്ടുള്ളതാണ് എൻലൈറ്റൻമെന്റ് ഫിലോസഫി, എസ്പെഷ്യലി റിലേറ്റഡ് ടു മോണ്ടസ്ക്യൂ, വോൾട്ടയർക്ക് എന്ത് ബന്ധപ്പെട്ട ഫ്രഞ്ച് റവല്യൂഷന്റെ ഇന്റലക്ച്വൽസ് ആണ് അവർ വരുന്നത്. അതിൽ മോണ്ടസ്ക്യൂയുടെ സ്പിരിറ്റ് ഓഫ് ലോസ് ബുക്കുകളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. വോൾട്ടയറിന്റെ കാൻഡിഡ്, എഡ്വേർഡ് ഗിബ്ബൺ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള വ്യക്തി. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ. അതിനുശേഷം വരുന്ന ജീൻ ജാക്കസ് റൂസോ എന്ന് പറയുന്ന നമ്മുടെ റൂസോ, ദ ഫാദർ ഓഫ് ഓർ ദ പ്രോഫറ്റ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ അല്ലെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പറ്റുകയാണെങ്കിൽ വേൾഡ് ഹിസ്റ്ററി ആയിട്ട് ഇന്റർലേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളത്. റൊമാൻറ്റിസിസത്തിന്റെ വക്താവാണ്. ഇമ്മാനുവൽ കാന്റ് റൊമാൻറ്റിസിസത്തിന്റെ മറ്റൊരു മൂവ്മെന്റ് ആയിട്ട് 19ാം നൂറ്റാണ്ടിലെ മൂവ്മെന്റ് ആണ് റൊമാൻറ്റിക് ഐഡിയലിസം എന്ന് പറയുന്നത്, അതിലെ വ്യക്തിയാണ്. അപ്പൊ ഇവരുടെ ഒക്കെ വർക്ക് എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ തീം എന്താണ്, വർക്ക് ഓർ കോൺട്രിബ്യൂഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ശ്രമിക്കണം. കാരണം ഇത് പരീക്ഷയ്ക്ക് വരും. ഞാൻ ഹംബിളി നിങ്ങളോട് ഒരു കാര്യം പറയുന്നു, നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ ഇവിടെ അയ്യോ സർ ഇത്രക്കാലം പഠിക്കാനുണ്ടെന്ന് വിചാരിക്കണ്ട. നമ്മൾ എന്താണോ നിങ്ങൾ ക്ലാസ് റൂമിൽ പഠിപ്പിച്ചിട്ടുള്ള ടോപ്പിക്ക് നിങ്ങൾ അത് പഠിക്കേ. അവരുടെ തീം, കോൺട്രിബ്യൂഷൻ, അത് പഠിച്ച് നിങ്ങൾ സ്ട്രോങ് ആണെന്ന് ഉറപ്പിച്ച് വെച്ച് നോക്കിക്കേ. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ മാച്ച് ചെയ്ത് പേർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മാച്ച് ചെയ്തൂടെ, ഒരു ഇൻഫർമേഷൻ വെച്ചിട്ടെങ്കിലും മാച്ച് ചെയ്തൂടെ. സ്കോപ്പ് ഉണ്ട്. രണ്ടാമത്തത്, അത് സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മാച്ച് ചെയ്യാം, മറ്റൊന്ന് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് പതിയെ എലിമിനേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 100 ആൾക്കാരെ പഠിക്കേണ്ട, പഠിക്കുന്ന 15 പേരാണെങ്കിൽ ആ 15 പേര് സ്ട്രോങ് ആക്കി പഠിക്കുക എന്നുള്ള ഒരൊറ്റ ഫിലോസഫിയിൽ പഠിക്കുക. ഞാൻ പറഞ്ഞ ഒരു കാര്യം മനസ്സിലായോ? അപ്പൊ ഹിസ്റ്റോറിയോഗ്രാഫി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും സംശയം വരാൻ പാടില്ല എന്ത് ചെയ്യണം എന്നുള്ളത്. ദാറ്റ് ഷുഡ് ബി വെരി ക്ലിയർ, വെരി എക്സാം ഓറിയന്റഡ്. ഇസ് ദാറ്റ് ക്ലിയർ ഗൈസ്? സെറ്റ് ആണോ? യെസ് സർ, സെറ്റ്.
ഓക്കെ ഫൈൻ. അപ്പൊ അങ്ങനെ പഠിക്കണം. നിങ്ങളുടെ കയ്യിൽ സ്വന്തമായിട്ട് നോട്ട്സ് വെച്ചിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാം. പഠിക്കുന്നത് സ്ട്രോങ് ആക്കി വെക്കുക. കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ വെച്ചിട്ട് എന്നിട്ട് ബാക്കി നോക്കുക. അല്ലാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് സർ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വേറെ ക്വസ്റ്റ്യന്റെ പിന്നാലെ പോയിട്ട് സർ അത് എവിടെ ആകെ കൺഫ്യൂഷൻ ആകും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഹിസ്റ്ററി പഠിച്ച ആൾക്കാരല്ലേ, ഡെഫിനറ്റ്ലി യു ഗൈസ് നോ ഹിസ്റ്ററി സംതിങ് വെരി ബിഗ് ഓഷ്യൻ. നമ്മളത് ഇന്ത്യൻ ഓഷ്യൻ ആണെങ്കിൽ അതിനേക്കാൾ വലുതായിരിക്കും പസഫിക് ഓഷ്യൻ. സിമ്പിൾ ലോജിക്. പക്ഷെ നമ്മൾ ഇപ്പോഴും സീയിലാണ്. സീനേക്കാൾ വലുതല്ല ഓഷ്യൻ. അങ്ങനെ ആലോചിക്കുക. അപ്പൊ നമുക്കൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് മനസ്സിലാക്കിയിട്ട് എക്സാമിന് എന്ത് വേണം എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് പഠിക്കുക. അനദർ ക്വസ്റ്റ്യൻ, ഇത് ലോജിക്കലി ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് കമന്റ് ചെയ്തേ എല്ലാവരും കമന്റ് ചെയ്യും. ഇത് ആരുടെങ്കിലും തെറ്റിയാൽ ഞാൻ ചെറിയൊരു ഇടി ഇടിക്കും, എന്നിട്ടായിരിക്കും ഇതിന്റെ ഉത്തരം പറഞ്ഞുതരാം കേട്ടോ. വെരി ഗുഡ്. നോ ഇടി അല്ലേ? ഞങ്ങൾ ഇടിക്കുന്നു വേണ്ട, ഞങ്ങൾ സോഫർ സെറ്റ് ആണ്, പഠിച്ചു വെച്ചിട്ടുണ്ട് വിത്ത് കോൺഫിഡൻസ്. ഇനിയുള്ള ഓരോ ദിവസവും കോൺഫിഡൻസോട് കൂടെ തന്നെ പഠിച്ചു പോവുക. നമ്മൾ ഇനിയുള്ള എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് നൽകും. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ കാണുക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള രീതിയിലോട്ട് മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. വെരി ഗുഡ്, എല്ലാവരും പറഞ്ഞു. ഇത് സിമ്പിൾ അല്ലേ, ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല ഇന്നത്തെ ക്വസ്റ്റ്യൻസിൽ. എമംഗ് ദ ഫോളോയിങ് ടെർമിനോളജി വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ദ റെപ്രസെന്റേഷൻ ഓഫ് ഹിസ്റ്ററി ആൻഡ് ഔട്ട് തോട്ട് അബൌട്ട് ഇൻ വിഷ്വൽ ഇമേജസ് ആൻഡ് ഫിലിമിക് ഡിസ്കോഴ്സ്. വിഷ്വൽ ഇമേജ് ഫിലിമിക്കും ഇങ്ങനെ കാണുന്ന സമയത്ത് അയ്യോ എന്ന് പേടിക്കരുത്. ഓളജി, ക്രിറ്റിസിസം, ഫോട്ടോ ക്രിറ്റിസിസം, ഈ അവസാനത്തെ വാക്കുകൾ അത് കാണിക്കുന്നുണ്ട്. ഓളജി എന്ന് പറയുമ്പോൾ ബേസിക്കലി അത് പഠനമാണ്. ഓണ്ടോളജി, ഫിലോസഫി, അത് പോട്ടെ, അത് വേറെ സംഗതി. ഓക്കെ, ഓളജി പഠന. ക്രിറ്റിസിസം അത് വേറെ ഇസമാണ്. അവിടെ നിന്നും ഇമേജസോ ഫിലിമിക്കോ വരുന്നില്ല. പക്ഷെ ഫോർട്ടി എന്ന് പറയുന്ന ഒരു വാക്ക് വരുന്നതുകൊണ്ട് തന്നെ യു കൻ സിംപ്ലി ആൻസർ സച്ച് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇത് നിങ്ങൾ എവിടെയും പഠിക്കുന്നതാണ്, ഡെഫിനറ്റ്ലി നോട്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്നും ലോജിക്കലി നിങ്ങൾക്ക് ഡെറൈവ് ചെയ്യാൻ പറ്റണം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് കേട്ടോ. അതിന് വേണ്ടത് ക്ഷമാപൂർവ്വം വായിക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ തെറ്റിക്കും. എനിക്ക് ഉറപ്പാ, ഈ സെഷനിൽ ഇരിക്കുന്ന 100 പേരുണ്ട് എന്നുണ്ടെങ്കിൽ 10 പേരെങ്കിലും അത് കയ്യിൽ നിന്ന് പോയി എന്ന് പറയുന്നത് അത് പ്രാക്ടീസിങ്ങിന്റെ കുറവാണ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിൽ വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ഐ ഹാവ് ആഡഡ് ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റഡി. ലൈക്ക് ഓളജി എന്ന് പറഞ്ഞപ്പോൾ സ്റ്റഡി ആണെന്ന് പറഞ്ഞു. സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഓർ പാസ്റ്റ് ആണെന്ത് ഹിസ്റ്റോറിയോഗ്രഫി എന്നുള്ളത്. ഹിസ്റ്റോറിസിസം, ക്രിറ്റിസിസം എന്നുള്ള വാക്ക് ആലോചിക്കുക. ഇസ് എ തിയറി സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫിനോമിന ഡിറ്റർമിൻഡ് ബൈ ഹിസ്റ്ററി. അതായത് സോഷ്യലും കൾച്ചറായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചരിത്രത്തിൽ ഉണ്ട് എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിസിസം ഒരു തിയറിറ്റിക്കൽ സ്റ്റഡിയാണ്. ഹിസ്റ്ററി ഓഫ് 40 പറഞ്ഞ പോലെ ഇമേജസും ഫിലിമിക് ഡിസ്കോഴ്സസും അതിലൂടെ ചരിത്രം കാണിക്കുന്നതാണ്. ന്യൂ ഹിസ്റ്റോറിസിസം എന്താണ്? കൾച്ചറലിയും സോഷ്യലായിട്ടുള്ള ഫിനോമിന ചരിത്രത്തിലൂടെ ഇംപ്ലൈ ചെയ്യുന്നു എന്ന് പറയുന്ന തിയറിയാണ്. അതിന് ന്യൂ ഹിസ്റ്റോറിസിസം എന്താണ്? ഇസ് എ ലിറ്റററി തിയറി മൂവ്മെന്റ് ആണ്. അതിപ്പോ ലിറ്ററേച്ചറിലൂടെ ഒക്കെ വെച്ചിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. ഇറ്റ്സ് എ ഫോം ഓഫ് ലിറ്റററി തിയറി ദാറ്റ് എയിംസ് ടു അണ്ടർസ്റ്റാൻഡ് ഇന്റലക്ച്വൽ ഹിസ്റ്ററി ത്രൂ ലിറ്ററേച്ചർ. അതായത് ലിറ്ററേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ കോൺസെപ്റ്റ് മനസ്സിലാക്കാണ് ന്യൂ ഹിസ്റ്റോറിസിസം. ഹിസ്റ്റോറിസം സിംപിളി എന്താണ്? ഹിസ്റ്ററിയിലൂടെ കൾച്ചറിനെയും സൊസൈറ്റിയും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ശ്രമമാണ്. ഹിസ്റ്ററി ഓഫ് 40 എന്താണ്? ഇമേജസും ഫിലിമിക് ഡിസ്കോഴ്സസും. ഓക്കെ, ഈ നോട്ട് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം കേട്ടോ. നിങ്ങൾ വെറുതെ ചുമ്മാ എഴുതി എടുത്തിട്ട് വെറുതെ സമയം കളയരുത്. ഗീവ് ദാറ്റ് ഒരു അറ്റൻഷൻ കൊടുക്കുക എന്നുള്ള ഒരൊറ്റ കാര്യമായിരിക്കണം ഉണ്ടാകേണ്ടത്. ഫൈൻ. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കാര്യം. ക്ലിയർ അല്ലേ? Yes, sir, clear. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും അല്ലേ? Yes, sir, yes, sir. ഫൈൻ. ആ, ഇവിടെ മുതലാണ്. ഇത് ഹിസ്റ്റോറിയോഗ്രാഫി ആണ്, പക്ഷെ ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രാഫി ആണ്. അപ്പൊ അതിന്റെ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് നോക്കിക്കുക നിങ്ങൾ പെട്ടെന്ന്. യു ഗൈസ് റീഡ് ആൻഡ് യു ഗൈസ് ആൻസർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വായിക്കാൻ 15 സെക്കൻഡ്സിനേക്കാൾ കൂടുതൽ എടുക്കരുതേ.
Yeah, there are many difference of opinion, like A, B are the most dominating opinions. A and B. Let me read. The sound പോകുന്നുണ്ടോ എന്ന് സംശയം. Among the following works that is dealt with the world history. അതായത് ലോകത്തിന്റെ ചരിത്രത്തിൽ പറയുന്ന ഒരു വർക്കാണ്. ബിഗിനിങ് വിത്ത് ആദം, പ്രോഫറ്റ് ആദം, ഓർ ദ ഫസ്റ്റ് മാൻ ആദം, അപ് ടു റൈൻ ഓഫ് സുൽത്താൻ ഇൽതുമിഷ്, താജുൽ മാസിർ, തബഖത്തെ നാസിരി, താരിഖി ഫിറോഷാഹി, ഫത്വായി ജഹന്തരി. പെട്ടെന്ന് ബാക്കിയുള്ളവരോട് കമന്റ് ചെയ്തേ. Yeah, many people option A, many people option B. ഇത് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ളവരോട് പെട്ടെന്ന് കമന്റ് ചെയ്യും. നിങ്ങൾ സാറ് പറഞ്ഞോ തെറ്റിയാലോ എന്ന് വിചാരിച്ചിരിക്കരുത് പ്ലീസ്. ഞാൻ നോക്കുന്നത് നിങ്ങളുടെ ലെവൽ ഓഫ് ആൻസറിങ് മെത്തേഡ് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ ഇപ്പോ. പെട്ടെന്ന് എഴുതാത്തവര്. ഓക്കെ ഫൈൻ. യാ, മെനി വിത്ത് ഓപ്ഷൻ ബി. ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ട്. ഇവിടെ ആദം നബി ഉണ്ട്, അല്ലെങ്കിൽ പ്രോഫറ്റ് ആദം ഉണ്ട്, അതേ സമയത്ത് സുൽത്താൻ ഇൽതുമിഷ് ഉണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഫിറോസ് ഷാഹിന്ന് ഒഴിവാക്കി കൂടെ? യെസ് ഓർ നോ? കാരണം താരിഖി ഫിറോസ് ഷാഹി എന്ന് പറയുന്ന വർക്ക് ആരെ കുറിച്ചാ പറയുന്നത്? ഫിറോസിനെ പറ്റി. താരിഖി ഫിറോസ് ഷാഹിയും ഫത്വ ജഹാന്തരി ആരുടെ വർക്കാ? സിയാവുദ്ദീൻ ബറാനിയുടെ വർക്കാണ്. ഓക്കെ, ഇത് ആരെ കുറിച്ചാ പറയുന്നത്? രണ്ടും ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ നിന്നിട്ട് എഴുതുന്നത്. അപ്പൊ സുൽത്താൻ ഇൽതുമിഷ് വരെയുള്ള ഒരു വർക്ക് എഴുതാൻ സാധ്യതയുള്ള ആരാണ്? ആ ഒരു കോണ്ടംപററി പീരീഡിൽ ജീവിച്ചിരുന്ന ഒരാളാകാനാണ് സാധ്യത. അപ്പോ അതാരാണ് ഏറ്റവും നല്ല ആൻസർ വരുന്നത്? ആരാണോ ബി പറഞ്ഞത് അതാണ് ശരി ഉത്തരം, തബഖത്തെ നാസിരി എന്നുള്ളത്. ഗിവ് മി ദ നെയിം ഓഫ് ദ ഓദർ ഗൈസ്. എന്താ പേരെന്താ? ഹസൻ നിസാമി സർ. ഹസൻ നിസാമി അല്ല. സോറി സർ, മിൻഹജ് സിറാജ്. ഓക്കെ ഫൈൻ. ഓക്കെ, ഹസൻ നിസാമി എഴുതിയിരിക്കുന്നത് താജുൽ മാസിർ ആണ് കേട്ടോ. അദ്ദേഹം ആരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്? കുത്തുബുദ്ദീൻ ഐബക്കിന്റെ കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത്. അതേസമയത്ത് തബഖത്തെ നാസിരി എഴുതിയിരിക്കുന്ന ആരാണ്? അത് മിൻഹാജി സിറാജ് ആണ്. മിൻഹാജി സിറാജ് എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്യുന്നത്? സുൽത്താൻ ഇൽതുമിഷിന്റെ കാലഘട്ടത്തിലും അല്ലെങ്കിൽ റസിയ സുൽത്താന്റെ കാലഘട്ടത്തിലും ഒന്ന് ചരിത്രത്തെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്ന ആള്. ദാറ്റ്സ് വൈ ദ ആൻസർ ഇസ് ദിസ് വൺ. ഇത് ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രാഫിയുടെ അകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ ആ രീതിയിൽ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക, തെറ്റിക്കരുത്. കുറെ ആൾക്കാരുടെ ഉത്തരം ചെറുതായിട്ടും തെറ്റിയിട്ടുണ്ട്. ബി ഉള്ളതിന് പകരം എ കയറി വന്നിട്ടുണ്ട്. എ താജുൽ മാസിർ എന്നുള്ളത് ഹസൻ നിസാമിയുടെ വർക്കാണ്. അദ്ദേഹം കുത്തുബുദ്ദീൻ ഐബക്കിന്റെ കാലഘട്ടത്തിലാണ്. പിന്നെ തബഖത്തെ നാസിരി, പിന്നെ സിയാവുദ്ദീൻ ബറാനി എഴുതിയിരിക്കുന്നത് ഡെഫിനറ്റ്ലി ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടം വരെ, അല്ലെങ്കിൽ തുഗ്ലക് ഡൈനാസ്റ്റിന്റെ കാലഘട്ടം വരേക്കും എഴുതിയിട്ടുണ്ടാവുന്നതാണ്. ഡിസ്കഷൻ ക്ലിയർ ആണോ? ക്ലിയർ ആണോ ഗൈസ്? ക്ലിയർ ആണ് സാർ. ഇൻഫോർമേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. വേണമെങ്കിൽ ഈ പോയിന്റ് ഒന്ന് എഴുതി വെക്കൂ. ഇനി മുതൽക്കുള്ള ഒരു 7 ക്വസ്റ്റ്യൻസ് കേരള ഹിസ്റ്ററി ആണ്. ഞാൻ സമയം കൂടുതൽ എടുക്കുന്നില്ല. നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പെട്ടെന്ന് തന്നെ വായിക്കുക, ആൻസർ ചെയ്യുക. ഞാൻ ആരോടെയും ചോദിക്കണം എന്നുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ചോദിച്ചിട്ട് ചെയ്യിപ്പിക്കണം. ഞാൻ സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാ. അതർവൈസ് ഓൾ പീപ്പിൾ ക്യാൻ ജസ്റ്റ് ആൻസർ മീ ദിസ് ക്വസ്റ്റ്യൻ ആൻസർ. Okay, waiting for your answers. Many people with option A. ഞാനും ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചിട്ടില്ല. ഞാൻ നിങ്ങളുടെ കൂടെ കുറെ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ആഡ് ചെയ്ത് വെച്ചു എന്നുള്ളൂ. ഐ വിൽ ബി ഓൾസോ റീഡിങ് അലോങ് വിത്ത് യു സം ഓഫ് ദി ക്വസ്റ്റ്യൻസ്. കേരള ഹിസ്റ്ററിയിൽ നിന്ന് കണ്ടിട്ടുള്ള ഒരു 7 ക്വസ്റ്റ്യൻ അങ്ങ് പിക്ക് ചെയ്ത് വെച്ചേക്കുക.
Okay. Let me read it. Very good. കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ട് among the following statement which are not true. ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാതെ പോകരുത് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. കുറെ കുട്ടികൾ അങ്ങനെ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഒക്കെ തെറ്റിച്ചിട്ട് മാർക്ക് അങ്ങ് പോകും. റാങ്ക് ആയിരിക്കും പോകുന്നത്. ഇത് തോറ്റ് ജയിക്കാൻ നെറ്റ് എക്സാമിനേഷൻ അല്ല, HSC എക്സാമിനേഷനാ. റാങ്ക് കയറണം. അപ്പൊ ആ പോയിന്റിൽ അറിഞ്ഞിരിക്കുക. ഹെൻറി വാൻ റീഡ് വാസ് ദ ഡച്ച് ഗവർണർ ഓഫ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇറ്റ്സ് എ ജനറൽ സ്റ്റേറ്റ്മെന്റ്. യെസ്, ഡെഫിനറ്റ്ലി. മാർത്താണ്ഡവർമ്മ വാസ് ഡിഫീറ്റഡ് ഇൻ ദ ബാറ്റിൽ ഓഫ് കൊളച്ചൽ. മാർത്താണ്ഡവർമ്മ വാസ് ഡിഫീറ്റഡ് പറയുമ്പോൾ മാർത്താണ്ഡവർമ്മ തോറ്റു എന്നാ പറയുന്നത്. 1741 August 10. ദാറ്റ് വാസ് ദ ഡേറ്റ് ഓഫ് കൊളച്ചൽ വാർ. ഹു ഡിഫീറ്റഡ്? ഡച്ചുകാരാണ് പരാജയപ്പെടുന്നത്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ ഇത് രണ്ടും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എലിമിനേറ്റ് ചെയ്യാം. സോ നൗ ദ ക്വസ്റ്റ്യൻ എ ഓർ ബി. എ കറക്റ്റ് ആണെന്ന് നമ്മൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഇത് ഒഴിവാക്കാം. ആൻസർ ഓട്ടോമാറ്റിക്കലി വന്നു. This is called elimination method. So sometimes you no need to read 3 and 4. പക്ഷെ എന്നാലും നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. സോ ക്വസ്റ്റ്യൻ. കൊളച്ചൽ യുദ്ധം 1741 August 10 നടന്നു. ഒരു ഭാഗത്ത് മാർത്താണ്ഡവർമ്മ, മറുഭാഗത്ത് ഡച്ചുകാർ. ഡച്ചുകാർ ഒറ്റക്കായിരുന്നില്ല. കേരളത്തിൽ അന്നുണ്ടായിരുന്ന ഒരു നാട്ടുരാജ്യം, അതർവൈസ് അൽക്കോൾട്ടസ്, ഒരു സ്വരൂപം കൂടെ ഉണ്ടായിരുന്നു. ഗൈസ് ഗീവ് മീ ദ നെയിം ഓഫ് ദാറ്റ് സ്വരൂപം. യഥാർത്ഥത്തിൽ ആ സ്വരൂപവുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസിലാണ് കൊളച്ചൽ യുദ്ധം നടക്കുന്നത്. ഡച്ചുകാർ അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. പുറക്കാട് എന്ന് പറഞ്ഞു, തെറ്റാണ്. ബാക്കിയുള്ളവര് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ മിണ്ടുന്നില്ലേ? പെട്ടെന്ന്. അറിയില്ല സർ, അതൊരു ഉത്തരമല്ല. അമ്പലപ്പുഴ അല്ല, മാവേലിക്കര അല്ല. ഇളയെടുത്ത് സ്വരൂപം. വെരി ഗുഡ്, ദോസ് ഹു മേഡ് ഇറ്റ് കറക്റ്റ്. 1730കളുടെ സമയത്ത് മാർത്താണ്ഡവർമ്മ ഇങ്ങനെ എക്സ്പാൻഷൻ നടത്തി ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ മാർത്താണ്ഡവർമ്മ എക്സ്പാൻഷൻ നടത്തി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ അമ്മ വീട് ആറ്റിങ്ങൽ പിടിച്ചെടുത്തു. അമ്മാവൻ കൊല്ലത്ത് പോയി ചൊറിഞ്ഞു. ഇതൊക്കെ ചെയ്തതിനു ശേഷം പിന്നെ കൊട്ടാരക്കര ഭാഗത്തുള്ളതാണ് ഇളയെടുത്ത് സ്വരൂപം. ഇളയെടുത്ത് സ്വരൂപത്തെ മൂപ്പനെ അറസ്റ്റ് ചെയ്ത് വെച്ചെങ്കിലും പിന്നീട് മൂപ്പൻ മരിച്ചു പോയതിനു ശേഷം അടുത്തൊരു തലമുറ വേണമല്ലോ. മാർത്താണ്ഡവർമ്മ പറഞ്ഞു എന്ത്, അടുത്ത തലമുറ വെറുതെ വെച്ച് നാണം കടണ്ട, ഞാൻ പിടിക്കാൻ പോവാന്ന്. അപ്പൊ ഇളയെടുത്ത് സ്വരൂപം ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് ആലോചിക്കുമ്പോഴാണ് ഡച്ചുകാർ വന്നിട്ട് മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്. അങ്ങനെയാണ് കൊളച്ചൽ യുദ്ധം നടക്കുന്നത്. അവസാനം സംഭവിച്ചു, മാർത്താണ്ഡവർമ്മ ജയിച്ചു, ഡച്ചും തോറ്റു, ഇളയെടുത്ത് സ്വരൂപം പോയി, ഡച്ചുകാർ തടി കൊണ്ട് ഓടി. ഇതാണ് സംഭവിക്കുന്നത്. സ്റ്റോറി ക്ലിയർ ആണോ? ഓക്കെ. അനദർ സ്റ്റേറ്റ്മെന്റ്, ഹോർത്തസ് മലബാറിക്കസ് വാസ് പബ്ലിഷ്ഡ് ഫ്രം ആംസ്റ്റർഡാം. ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കട്ടോ ഹോർത്തസ് മലബാറിക്കസുമായി ബന്ധപ്പെട്ടിട്ട്. ഒന്നാമത്തെ ചോദ്യം നമ്പർ ഇട്ടിട്ട് തന്നെ എഴുതാം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, എത്ര വോളിയംസ് ആയിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്തത്? രണ്ടാമത്തെ ചോദ്യം, ഹോർത്തസ് മലബാറിക്കസിന്റെ ലാംഗ്വേജ് ഏതാണ്? ഏത് ഭാഷയിലാണ് ഇത് എഴുതിയത്? ഈ രണ്ട് ചോദ്യങ്ങൾ നമ്പർ ഇട്ടിട്ട് തന്നെ ഒന്ന് ആൻസർ ചെയ്തേ. ഒന്ന് നമ്പർ ഇട്ടിട്ട് എഴുതുക, ഇല്ലെങ്കിൽ അത് കൊളാവും ചിലപ്പോൾ. അതുകൊണ്ടാ പെട്ടെന്ന് കമന്റ് ചെയ്ത്. നിങ്ങൾ ഈ സെഷനിൽ ഇരുന്നിട്ട് കമന്റ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ വെറുതെ സാറിന്റെ ഡിസ്കഷൻ കൊള്ളാലോ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കും. പക്ഷെ നിങ്ങൾക്ക് ഉപകാരം ആണെങ്കിൽ യു ഷുഡ് ട്രൈ ടു കമന്റ് അറ്റ്ലീസ്റ്റ് ഫ്രം യുവർ റിട്ടൻഷൻ പവർ, ഫ്രം യുവർ ബ്രെയിൻ ഓർ സംതിങ്. ഓക്കെ. ഒന്നാമത്തിന് ഉത്തരം കുറെ ആൾക്കാർ എഴുതിയപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. കുറെ ആൾക്കാർ ഫൈൻ. ഒന്നാമത്തിന്റെ 12 വോളിയംസ് ആണ്. ലാറ്റിൻ ലാംഗ്വേജിലാണ് ഇത് എഴുതുന്നത്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. വെരി ഗുഡ്, എല്ലാവരും ഏകദേശം കൃത്യമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. പോർച്ചുഗീസ് സ്റ്റൂഡ് അഗൈൻസ്റ്റ് ലാറ്റിനൈസേഷൻ ഓഫ് കേരള ചർച്ച്. പിന്നെ അല്ല മാങ്ങാക്കൊല, പോർച്ചുഗീസുകാർ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഇവിടെ സിറിയാക്ക് ക്രിസ്ത്യൻസാ. സത്യക്രിസ്ത്യാനികൾ എന്ന് അവകാശപ്പെടുന്ന സിറിയൻ ക്രിസ്ത്യൻസാ കൂടുതലുണ്ടായിരുന്നത്. എന്റെ ഈ ഇത് കേട്ടിട്ട് സാറ് വർഗീയത പറഞ്ഞു എന്ന് പറയരുത്. ഒന്നാമത്തത്. രണ്ടാമത്തത്, സാർ ഞങ്ങൾ സിറിയൻ അല്ല, പക്ഷെ ഞങ്ങൾ ലാറ്റിനാ, പക്ഷെ ഞങ്ങൾ സത്യക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്ന ആൾക്കാർ, ഞാൻ ജസ്റ്റ് ഒരു ഹിസ്റ്റോറിക്കൽ നോഷനെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പൊ സിറിയാക്ക് ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നത്. അപ്പൊ പോർച്ചുഗീസുകാർ വന്നപ്പോൾ എന്ത് ചെയ്തു? അവർ റോമൻ കാത്തലിക് ചർച്ച് ഇതിന്റെ മുകളിൽ അടിച്ചേൽപ്പിച്ചു. അതിനാണ് ലാറ്റിനൈസേഷൻ. അല്ലെങ്കിൽ 1599 ഉദയംപൊരൂർ സിനോദോസ് എന്ന് പറയുന്നൊരു ഇവന്റ് വിളിക്കുന്നത് സിനോദ് ഓഫ് ഡയംബർ.
ഇതിനെതിരെ 1653 കൂനംകുരിശ് സത്യാഗ്രഹം നടക്കുന്നുണ്ട്. കൂനം ക്രോസ് സത്യാഗ്രഹ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. സത്യത്തില് എഗെയിൻസ്റ്റ് അല്ല, ലാറ്റിനൈസേഷൻ ഓഫ് കേരള ചർച്ച് കൊണ്ടുവന്ന തന്നെ ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പൊ 2ഉം 4ഉം തെറ്റാണ്. ഹോപ്പ് ദ ഡിസ്കഷൻ ഈസ് ക്ലിയർ ആൻഡ് ഗുഡ്. ഓക്കെ ആണോ? മനസ്സിലായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ ലാസ്റ്റ് പോയിന്റ് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ ഫൈൻ. നിങ്ങൾ കേരള ഹിസ്റ്ററി ഒക്കെ ക്ലാസ് റൂമിൽ നിന്ന് ആസ് സച്ച് കൃത്യമായിട്ട് അങ്ങ് ഒരു സെറ്റിൽ അങ്ങ് പഠിച്ചു പോട്ടോ. ഞാൻ കുറച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു മാരത്തൺ സെഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഐ വിൽ ബി ഇൻഫോമിങ് യു ദാറ്റ് വിത്ത് മൈ അവൈലബിലിറ്റി ആൻഡ് തിങ്സ്. എൻ്റെ സൗണ്ടും നിങ്ങൾക്ക് അറിയാലോ, ഇടയ്ക്ക് ഒരു ഇഷ്യൂ വന്നു, ബുദ്ധിമുട്ട് വന്നു എന്നുള്ളതാണ്. കണ്ടിന്യൂസ്ലി ക്ലാസ് എടുക്കുന്നതുകൊണ്ടും മറ്റൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനൊരു സമയം പറയുമ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാവുക. നമുക്കത് അന്ന് കുറേ ഡിസ്കസ് ചെയ്തിട്ട് ഇങ്ങനെ പോയിന്റ് ആയിട്ട് കുറേ ഇവന്റുകൾ പറഞ്ഞു പോകാം ആസ് എ റിവിഷൻ ക്ലാസ്. അപ്പൊ അതിലൊക്കെ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ എളുപ്പം. നിങ്ങൾ അത് മാത്രം കൃത്യമായിട്ട് പഠിച്ചു പോയി തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഹിസ്റ്റോറിയോഗ്രാഫി മാത്രമാണ് നിങ്ങൾ കുറച്ചുകൂടി സ്ട്രെസ് ചെയ്യേണ്ടി വരിക. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഡോണ്ട് വറി. അനദർ ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് ആൻസർ ചെയ്യാം. പെട്ടെന്ന് ആൻസർ ചെയ്തേ. ഓപ്ഷൻ എ പറയുന്നവരുണ്ട്, ബി പറയുന്നവരുണ്ട് അല്ലേ? എല്ലാ ക്വസ്റ്റ്യനും എയും ബി ഉള്ളൂ, ബാക്കി ഉത്തരമൊന്നുമില്ല. Anyhow, the first reformer who raised the slogan one caste, one religion, one God, one language, one world for humanity ആരാണ്? അയ്യ വൈകുണ്ഠരാണോ? തൈക്കാട്ട്? ഇത് തൈക്കാട്ട് എന്ന് കേട്ടിരിക്കുന്നത്, തൈക്കാടാണ് ആക്ച്വലി സ്ഥലം കേട്ടോ. തൈക്കാട് സ്വാമികളാണോ? ശ്രീ നാരായണ ഗുരു ആണോ? നൺ ഓഫ് ദീസ് ആണോ എന്നുള്ളതാണ് ആൻസർ. എന്താ? ഇതിലെ ഏറ്റവും പയനീർ ആയിട്ടുള്ള വ്യക്തിയാണ് അയ്യ വൈകുണ്ഠർ എന്ന് പറയുന്ന വൈകുണ്ഠ സ്വാമികൾ. എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ. യൂട്യൂബില് അല്ല, നമ്മുടെ ഒരു ലൈവ് ക്ലാസ്സസിന്റെ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരള സോഷ്യൽ റിഫോർമേഷൻ, നിങ്ങൾ ഇത് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? അതൊന്ന് കമന്റ് ചെയ്തേ. എത്ര പേര് അത് കണ്ടിട്ടുണ്ട്? അത് ജനറൽ പേപ്പറിന്റെ അകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്, പക്ഷെ കേരള ഹിസ്റ്ററി ആയിട്ട് ടോട്ടലി ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അത് പഠിച്ചേ പറ്റൂ, അത് മിസ്സാക്കാൻ പറ്റില്ല. പറയ്, എത്ര പേര് കണ്ടിട്ടുണ്ട്? കണ്ടു. ഇനി എത്ര പേര് കണ്ടിട്ടില്ല? അത് പറയും. അത് കാണണം. നിങ്ങൾക്ക് ആ 2 ടോപ്പിക്സ് ആസ് സച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. വുമൺ റിഫോർമേറ്റീവ് ലീഡേഴ്സ് ആസ് വെൽ ആസ് ദ വുമൺ ലീഡേഴ്സ് ആസ് വെൽ ആസ് കേരള സോഷ്യൽ റിഫോർമേഷൻ 40 മിനിറ്റ് കൊണ്ട് ടോട്ടലി കവർ ചെയ്യുന്ന വീഡിയോ അല്ലേ? അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിന് ആൻസർ ചെയ്യേണ്ടി പറ്റും. അയ്യ വൈകുണ്ഠരാണ്. ഞാൻ കൂടുതൽ ഡിസ്കഷൻ നിൽക്കുന്നില്ല, നിങ്ങൾ അത് അവിടെ നോക്കിയാൽ മതി കേട്ടോ. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ്, എന്തായാലും PSC എക്സാമിനേഷന് ചോദിക്കുന്നുള്ള കോർ ടോപ്പിക്കാണ്. അതാരാ? അയാൾ കണ്ടോ? ഓക്കെ, ഇനിയാവും. കണ്ടിട്ട് UPSC പോയി ബെനിഫിഷ്യൽ ആയിരുന്നു. ഓക്കെ, അത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനത്തെ അത് ചോദിക്കും. LP UPനൊക്കെ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പൊ മിസ്സാക്കരുത്. അടുത്തൊരു ചോദ്യം പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആണ്, പെട്ടെന്ന് ആൻസർ ആയി. മലബാർ റിബല്ലിയൻ ഓഫ് 1921 സ്റ്റാർട്ടഡ് വിത്ത് അറസ്റ്റ് ഓഫ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ലീഡർ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആ. നിങ്ങൾ ക്ലാസ് റൂമിലേക്ക് ഇരുന്നിട്ടുള്ളവരാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കഥ പോലെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈവൻ ഐ ഹാവ് ഷോൺ ദ ഫോട്ടോ ഓഫ് ദാറ്റ് പേഴ്സണാലിറ്റി ബിക്കോസ് ദാറ്റ് പേഴ്സണാലിറ്റി ഈസ് വൺ ഓഫ് മൈ ആൻസിസ്റ്റർ. എൻ്റെ മുൻഗാമിയായിട്ടുള്ള ആളാണെന്നൊക്കെ ഞാൻ നമ്മുടെ ക്ലാസ് റൂമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ എം ജസ്റ്റ് ചെക്കിംഗ് വെദർ ദാറ്റ് ഫോട്ടോ ഈസ് വിത്ത് മീ റൈറ്റ് നൗ ഓർ നോട്ട്.
കാണുന്നില്ല മക്കളെ. ഇനി ഹൗ പോട്ടെ, ഫൈൻ. ആരുടെ ഉത്തരം എന്താ? ഒരാൾ മാത്രമേ കമന്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കി ആൾക്കാർക്ക് എന്താ? AC കൺഫ്യൂഷനോ? ചോദ്യം കൺഫ്യൂഷൻ ആകേണ്ട ഒരു ആവശ്യമില്ല. എന്താണ്? many people with C, some people with B, some people with A. നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം വളരെ കൃത്യമായിട്ട് വായിക്കപ്പം മലബാർ റിബല്യൻ ഓഫ് 1921 സ്റ്റാർട്ടഡ് എന്ന് ചോദിച്ചിരിക്കുന്നത്, അല്ലാതെ അതിന്റെ മെയിൻ കോഴ്സിലല്ല, അതിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു ഇവന്റിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത്. ആ ഇവന്റ് നമ്മൾ വിളിക്കാറുണ്ട് എന്ത്? ദ ബാറ്റിൽ ഓഫ് പൂക്കോട്ടൂർ, പൂക്കോട്ടൂർ കലാപം എന്ന് പറയാറുണ്ട്. പൂക്കോട്ടൂർ കലാപം തുടങ്ങുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കുന്ന സമയത്ത് പൂക്കോട്ടൂർ ഖിലാഫത്ത് സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന വടക്ക് വീട്ടിൽ മുഹമ്മദ് എന്ന് പറയുന്ന പൂക്കോട്ടൂർ കോവിലകത്തിന്റെ കാര്യസ്ഥൻ കൂടിയായിട്ടുണ്ടായിരുന്ന ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നു, ഹിച്ച്കോക്കിന്റെ പോലീസും കാര്യങ്ങളും. പക്ഷെ പുള്ളിക്കാരൻ അന്ന് നിലമ്പൂർ കോവിലകത്തുണ്ടായിരുന്ന തോക്ക് പൂക്കോട്ടൂരിലാണ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് മോഷണം പോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കള്ളക്കേസിലാണല്ലോ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നാട്ടുകാർ പറഞ്ഞു, വടക്കേ വീട്ടിൽ മുഹമ്മദിനെ ഞങ്ങൾക്കറിയുന്ന പുള്ളിക്കാരൻ എന്തായാലും അത് ചെയ്യാൻ പോകുന്നില്ല, നിങ്ങൾ ഇത് കള്ളക്കേസ് ഉണ്ടാക്കിയാറുണ്ട്, അറസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. ഈ വിവരം എന്ത് ചെയ്തു? പോലീസ് അങ്ങ് കോഴിക്കോട് ഹിച്ച്കോക്കിന്റെ പട്ടാളത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ അവിടെ കൊണ്ടുപോയിട്ട് പറഞ്ഞു. അങ്ങനെയാണ് കൂടുതൽ പട്ടാളത്തെ പറഞ്ഞയക്കുന്നത് എങ്ങോട്ട്? മലപ്പുറത്തിന്റെ മണ്ണിലോട്ട്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാരും തുടങ്ങിയിട്ടുള്ള നേതൃത്വം നൽകുന്ന തിരൂരങ്ങാടിയും അതുപോലെ ബാക്കിയുള്ള പ്രദേശങ്ങളും ഒരു മിലിറ്ററി ആക്ഷനിലൂടെ അതിനടിച്ചമർത്താൻ വേണ്ടി എന്ത് ചെയ്യാണ്? പൂക്കോട്ടൂരിലൂടെ കടന്നു പോവുകയാണ്. പക്ഷേ പൂക്കോട്ടൂർ കടന്നുകൊണ്ട് ആ പട്ടാളം പോകില്ല എന്നുള്ളത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും ആലി മുസ്ലിയാരെയും സംരക്ഷിക്കണം എന്നുള്ളത് കൊണ്ടും വടക്കേ വീട്ടിൽ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവർ തടഞ്ഞു നിർത്തുന്നുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പ്ലാൻ ഫെയിൽഡ് ആയി പോയി, പട്ടാളവുമായിട്ട് നേരിട്ട് ക്ലാഷിലായി. അതിനാണ് ബാറ്റിൽ ഓഫ് പൂക്കോട്ടൂർ എന്ന് വിളിക്കുന്നത്, പൂക്കോട്ടൂർ യുദ്ധം എന്ന് വിളിക്കുന്നത്. അതിൽ ഒരുപാട് പേര് രക്തസാക്ഷികളായി. അവരുടെ രക്തസാക്ഷികളുടെ മണ്ഡപങ്ങളും അവരുടെ ഖബറും കാര്യങ്ങളെല്ലാം ഇന്ന് പൂക്കോട്ടൂരിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് ആര്? വടക്കേ വീട്ടിൽ മുഹമ്മദ് എന്ന് പറയുന്ന ആൾക്കാർ. 100-200 ആൾക്കാർ മരിച്ചു എന്നുള്ളതാണ് കാണുന്നത്. പക്ഷെ കുറച്ച് ആൾക്കാരുടെ ഖബറുകൾ മാത്രമാണ് ഇന്ന് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് സംഭവം. ക്ലിയർ ആയോ? ഇനി കൺഫ്യൂഷൻ വരരുത്, കഥകൾ കേൾക്കുമ്പോൾ ഇനി കൺഫ്യൂഷൻ വരരുത് കേട്ടോ. ഫൈൻ. പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ അഗൈൻ. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. തൊള്ളായിരത്തി ഷർഫ് പൂക്കോട്ടൂർ കലാപം. എല്ലാം 1921 തുടങ്ങുന്നത് കലാപങ്ങളൊക്കെ. അങ്ങനെ ആലോചിക്കി. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ജൂലൈ. വെരി ഗുഡ്. എന്താണ് കേരളത്തിൽ ആദ്യത്തെ ഗവൺമെന്റ് വരുന്ന എപ്പോഴാ? EMS ഗവൺമെന്റാ വരുന്നത്. എപ്പോ? 1957. 2 വർഷം തികച്ചോ? ഇല്ല. അനുബന്ധം വെച്ച് 31 ജൂലൈ 1959 സെൻട്രൽ ഗവൺമെന്റ് ഇടപെട്ടിട്ട് പ്രസിഡന്റ് റൂൾ ഇമ്പോസ് ചെയ്തിട്ട് ഗവൺമെന്റിനെ ഡൗൺ ആക്കി. ആ സമരത്തിന് വിളിക്കുന്ന പേരെന്താ മക്കളെ? വെരി ഗുഡ് ശരണ്യ. അതർ സ്റ്റുഡൻസ് പെട്ടെന്ന് കോമന്റ് ചെയ്യ്. വിമോചന സമരം കേട്ടോ, മറക്കരുത്. അതില് മന്നത്ത് പത്മനാഭന്റെയും കുറെ ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻസും ലീഡർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ലെറ്റ് ഇറ്റ് ബി ദർ. പിന്നീട് നമുക്ക് ക്രാഷിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. ലെറ്റ് മീ ഡിസ്കസ് അനദർ ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ആൻസർ ചെയ്യും. ഹു ഈസ് നോൺ ആസ് ഐക്യ കേരള തമ്പുരാൻ? അയ്യോ, ചില ഓപ്ഷൻസ് തെറ്റായി വരുമ്പോൾ ഞാൻ അത് ഡിസ്കസ് ചെയ്യും കേട്ടോ. നിങ്ങൾ കൊടുക്കുന്നതേ ശരിയല്ല എന്ന് തോന്നുമ്പോൾ ഞാൻ അത് ഡിസ്കഷന് വിധേയമാക്കും. പല ആൾക്കാർക്കും പല ഉത്തരവാണല്ലോ. ഉത്തരം ഇത്രയേ ഉള്ളൂ. ഓപ്ഷൻ സി ആണ്. ഐക്യ കേരള തമ്പുരാൻ എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത് കേരളവർമ്മ ഏഴാമനാണ് കേട്ടോ. ഇനി ഇതിൽ കുറെ ആരൊക്കെയോ ചിത്തിരുന്നാൾ പറഞ്ഞു. ചിത്തിരുന്നാൾ ചങ്ങായിമാരെ എവിടെയാണ്? അദ്ദേഹം ട്രാവൻകൂർ സ്റ്റേറ്റ് അല്ലേ?
പുള്ളിക്കാരൻ എന്തായാലും വിട്ടുകൊടുക്കില്ല എന്നുള്ളതുകൊണ്ടല്ല SIR-CP പോയിട്ട് ഞങ്ങൾ ഒറ്റക്ക് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു മുമ്പ് കേട്ടോ. SIR-CPയെ കൊല്ലാൻ ശ്രമിച്ചത് ആര്? KCS മണിയയ്യർ. നമ്മൾ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യം. അപ്പൊ അതൊക്കെ ഡയറക്ട്ലി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. കേരള തമ്പുരാൻ എന്ന് പറയുന്നത് കേരളവർമ്മ ഏഴാമനാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഒരു ഭംഗിക്ക് ചോദിക്കുകയാണ്. ഒരു പക്ഷെ അടുത്ത പരീക്ഷയ്ക്ക് വന്നാലോ? എനിക്ക് എല്ലാവരുടെയും ഉത്തരം കിട്ടണം. തെറ്റിയാലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് നിങ്ങളുടെ ഉത്തരം വേണം. ജസ്റ്റ് കോമന്റ് ഇറ്റ്, നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ്. തിരുകൊച്ചി സ്റ്റേറ്റ് അല്ലെങ്കിൽ മേർജർ ഏത് ഡേറ്റ്, ഏത് വർഷം? ഡേറ്റ് ആൻഡ് ഇയർ ഒന്ന് കോമന്റ് ചെയ്തേ. അതോടെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. ഇത് അടുത്ത പ്രാവശ്യം വരാൻ സാധ്യതയുള്ള ഒരു ഡേറ്റ് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കേരള ഹിസ്റ്ററി എന്നുള്ള ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നല്ലൊരു, മുമ്പൊക്കെ ചോദിച്ചത് അത്യാവശ്യം ഒരു ആൻസറബിൾ ക്വസ്റ്റ്യൻ ആണ്. ചില ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ടഫ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിപ്പിച്ചിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇൻസ്ക്രിപ്ഷൻസിന്റെ ഒരു ഡിസ്കഷൻ നടത്തിയില്ലായിരുന്നു? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആക്കി പഠിച്ചു പോവാം. ലിറ്ററേച്ചർ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറു പ്രാവശ്യം ആർക്കിയോളജിക്കൽ സോഴ്സ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ എന്ന പോലെ PYQs മനസ്സിലാക്കിയിട്ട് വേണം കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ പഠിച്ചു പോകാൻ. അതുപോലെ ഓരോ റൂളേഴ്സിന്റെ കാലഘട്ടത്തിൽ നടന്ന ഇവന്റുകളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ പറ്റണം. തിരുകൊച്ചി സ്റ്റേറ്റിന്റെ മെർജർ നടന്ന ഡേറ്റും വർഷവും. അഖിൽ വെരി ഗുഡ്, ഫെബിൻ വെരി ഗുഡ്, ജെറിൻ വെരി ഗുഡ്, ബ്ലസ്സി വെരി ഗുഡ്, അരുൺരാജ് എല്ലാവർക്കും വെരി ഗുഡ്. നിങ്ങൾക്ക് അറിയായിരുന്നു അല്ലേ? വെരി ഗുഡ്. ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ പഠിച്ചവർക്കും കൺഗ്രാറ്റ്സ് കേട്ടോ. ഓക്കെ, സോ 1st July 1949 ആണ്. Something very important. Don't miss this point. Very good guys, very good guys. Okay. ഇതും പൊളിറ്റിക്കൽ ഇവന്റിന്റെ ഭാഗമായിട്ട് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ആൻസർ ചെയ്തേ. റെഫറൻഡം ഫോർ ഗുരുവായൂർ ടെമ്പിൾ എൻട്രി ഫോർ അവർണ കാസ്റ്റ് വാസ് ഹെൽഡ് ഇൻ വിച്ച് താലൂക്ക്? ഞാൻ ഗുരുവായൂർ സത്തേരെ ഒന്ന് പെട്ടെന്ന് ബ്രീഫ് ചെയ്യാനൊന്ന് ശ്രമിക്കാം. ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങളത് ആൻസർ ചെയ്യും. പൊന്നാനി വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അത്യാവശ്യം എല്ലാവരും പൊന്നാനി തന്നെയാണ്. ഓപ്ഷൻ ഡി ആണ് കോമന്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ്സ് വൈ. ഇത്രയേ ഉള്ളൂ. 1931-32 സമയത്താണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് കേട്ട് എഴുതിക്കോട്ടോ. എല്ലാം എഴുതാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, കണ്ണിന് ചെറിയൊരു പെയിന് വരുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടാമത്തെ പോയിന്റ് സത്യാഗ്രഹത്തിന് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി. കമ്മിറ്റിയുടെ ഹെഡ് ആരാണ്? പ്രസിഡന്റ് ഉണ്ടാവും, സെക്രട്ടറി ഉണ്ടാവും, വളണ്ടിയർ ക്യാപ്റ്റൻ ഉണ്ടാവും. മന്നത്ത് പത്മനാഭൻ, കെ കേളപ്പൻ, പിന്നെ പറഞ്ഞ പോലെ AKG. ഇങ്ങനെയായിരുന്നു കറസ്പോണ്ടിങ്ങിൽ അത് ഉണ്ടായിരുന്നത്. എന്താണ് ഉദ്ദേശം? ഗുരുവായൂർ അമ്പലനടയിലെ ശ്രീകൃഷ്ണനെ കാണാൻ താഴ്ന്ന ജാതിക്കാർക്കും അനുമതി വേണം എന്നുള്ളത് കൊണ്ട് ടെമ്പിൾ എൻട്രി ആയിരുന്നു ഉദ്ദേശം. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, വെദർ ദാറ്റ് മൂവ്മെന്റ് വാസ് സക്സസ്ഫുൾ ഓർ നോട്ട്? വെരി ഗുഡ്. എല്ലാവരും നോ തന്നെ പറയുന്നത്. സക്സസ്ഫുൾ ആയിരുന്നില്ല. കാരണം അതിന്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ടെമ്പിൾ എൻട്രി ആണ്. പറ്റുന്നില്ല, അടിച്ചുകൂട്ടി അമ്പലമൊക്കെ അടച്ചു കൂട്ടുന്നുണ്ട്. 1932 അതിന്റെ ഭാഗമായിട്ട് കെ കേളപ്പൻ നിരാഹാരം കടന്നപ്പോൾ ഗാന്ധി ഇടപെട്ടിട്ട് അത് അവസാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ജനഹിതം, റഫറൻഡം, അവരുടെ അഭിപ്രായം അറിയാൻ വേണ്ടി പൊന്നാനി താലൂക്കിൽ ഒരു സർവേ നടത്തിയപ്പോൾ 77% വരുന്ന ആൾക്കാരും ഉയർന്ന ജാതിക്കാരും തുറന്നു കൊടുക്കാലോ എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് സാമൂതിരിയുടെ ഒരു പ്രോപ്പർട്ടിയുടെ അകത്ത് വരുന്ന ഒരു പ്രദേശം ആയതുകൊണ്ട് തന്നെ തുറന്നു കൊടുത്തില്ല. ഇതാണ് സംഭവം, സിംപ്ലി സേ. പിന്നീട് വലിയ വിപ്ലവം നടക്കുന്ന എപ്പോഴാ? 1936 നവംബർ 12 ശ്രീ ചിത്തിരുന്നാൾ ബാലരാമവർമ്മയുടെ ബർത്ത്ഡേയുടെ അന്ന് സർ CP രാമസ്വാമി അയ്യർ പോയിട്ട് എന്ത് ചെയ്തു? ഹാപ്പി ബർത്ത്ഡേ ടു യു, ട്രാവൻകൂറിലെ അമ്പലങ്ങളെല്ലാം തുറന്നു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഡിക്ലറേഷൻ നടത്തി. 47 മലബാറിലും 48 കൊച്ചിൻ സ്റ്റേറ്റിലും നടന്നു. കൊച്ചിൻ സ്റ്റേറ്റിൽ നടക്കാൻ കാരണമായിട്ടുള്ള മൂവ്മെന്റിന്റെ പേരെന്താ? 1948 കൊച്ചിൻ സ്റ്റേറ്റിലെ എല്ലാ അമ്പലങ്ങളും എല്ലാ ഇടങ്ങളും എല്ലാ ജനങ്ങൾക്കും ഓപ്പൺ ആണെന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ വരാൻ കാരണമായിട്ടുള്ള മൂവ്മെന്റിന്റെ പേര്? 1948 വരുന്നത്. ഈ കണ്ടവാരുടെ നേതൃത്വത്തില്. പെട്ടെന്ന് പറഞ്ഞാൽ
ആലോചിക്കുകയാണോ? യാ ശിവപ്രിയ, സുമയ്യ, റഷീബ, അഖിൽ, രൂപേഷ്, ബ്ലസ്സി. വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ പഠിക്കണ്ടല്ലേ, സന്തോഷമുണ്ട്. പാലിയം സത്തേര കേട്ടോ, പാലിയം സത്തേര. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ, അതുകൂടെ ഉണ്ട്, നമുക്ക് ഡിസ്കഷൻ അവസാനിപ്പിക്കാം, ഇന്നത്തെ ഡിസ്കഷൻ അവസാനിപ്പിക്കാം പെട്ടെന്ന്. വിച്ച് ഈസ് എ പ്ലേസ് വേർ സവർണ നായർസ് ബേൺഡ് എ സ്കൂൾ ഫോർ അഡ്മിറ്റിംഗ് എ പുലയ ഗേൾ നെയ്മഡ് പഞ്ചമി. പഞ്ചമിയെ സ്കൂളിൽ പഠിപ്പിച്ചത് കൊണ്ട് ഞങ്ങളെ മക്കളും പഠിക്കേണ്ട, നിങ്ങളെ മക്കളും പഠിക്കേണ്ട, ബെഞ്ചും ഡെസ്കും കത്തിച്ച ടീമാണ്. പെട്ടെന്ന് ആൻസർ ചെയ്യും. നിങ്ങൾക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്, എന്താ മടി കാണിച്ചിരിക്കുന്നത്? സാധാരണ പറയുന്ന ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടത്. ഓപ്ഷൻ തന്നിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മോശമാണ്. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ബി 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 കമന്റ് ചെയ്തിട്ടുണ്ട്. ഊരുട്ടമ്പലം റിവോൾട്ട് 915 നടക്കുന്നത്. 1915. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ റിഫോർമേറ്റീവ് ലീഡേഴ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പോയിന്റ് അവരുടെ ഇവന്റുകളിലൂടെ പഠിക്കും. അത് ശ്രീനാരായണ ഗുരു ആണെങ്കിലും അയ്യങ്കാളി ആണെങ്കിലും അവരുടെ ഇവന്റുകളിലൂടെ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടോ? ഇറ്റ് ഈസ് പോസിബിൾ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആ വീഡിയോ കണ്ടോ? ആ 40 മിനിറ്റിന്റെ വീഡിയോ ഒന്നുകൂടെ കണ്ടോ, ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് 1-2 ചോദ്യം അവിടെ നിന്ന് വരുന്നേ. കിട്ടാവുന്ന ഏരിയയിൽ എനിക്ക് കൂടുതൽ നിങ്ങളോട് റിവൈസ് ചെയ്യാൻ വേണ്ടി പറയേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഉത്തരം ഊരുട്ടമ്പലം റിവോൾട്ട് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡിസ്കഷന്റെ ഒരു ഭാഗം വരുന്നത്. ബാക്കി മോർ ഡിസ്കഷൻസ്, മോർ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കുറച്ച് ഡിസ്കഷനെ വിധേയമാക്കിയിട്ട് കുറച്ചുകൂടെ സ്പീഡിൽ കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും കവർ ചെയ്ത് പോകാം. ഞാനിവിടെ അപ്രോച്ച് കൂടെ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം ഇങ്ങനത്തെ സെഷൻസ് യൂട്ടിലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കണ്ടിട്ട് പഠിക്കുക. ആ ടോപ്പിക്ക് മാത്രമല്ല പഠിക്കേണ്ടത്, ഞാൻ ഒരു ഇൻസൈറ്റ് തരുന്നില്ലേ എന്ത് ചെയ്യണം എന്നുള്ളത്. ആ ചെയ്യണം എന്ന് പറഞ്ഞ കാര്യത്തിലൂടെ നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. എന്നാൽ നിങ്ങളുടെ ലേണിംഗ് പ്രോസസ്സ് കുറച്ചുകൂടെ ഷാർപ്പൻ ആവും. അങ്ങനത്തെ ഷാർപ്പൻ ചെയ്ത് പഠിച്ചോ എലിമിനേഷൻ പോസിബിൾ ആവും. ഇങ്ങനെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് സെഷൻ യൂസ്ഫുൾ ആയോ? ജസ്റ്റ് കമന്റ് ചെയ്യേ. നമ്മൾ എന്നും ഇങ്ങനെ ക്ലാസ് എടുക്കുന്നതിനേക്കാളും നല്ലതേ കുറച്ച് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ നല്ലതാണെന്ന് തോന്നിയോണ്ടാണ് ഇന്ന് അങ്ങനെ ചെയ്തത്. ബട്ട് വിൽ ബി കവറിങ് കേരള ഹിസ്റ്ററി ഇൻ എ ക്രാഷ്, ഹിസ്റ്റോറിയോഗ്രാഫി ഇൻ എ ക്രാഷ്. അത് രണ്ട് നമുക്ക് ക്രാഷ് ആയിട്ട് പെട്ടെന്ന് കവർ ചെയ്ത് പോകും. യാ താങ്ക് യു ഫോർ യുവർ കൈൻഡ് റെസ്പോൺസ് കേട്ടോ. ഫൈൻ ഓക്കെ. ഞാൻ എന്ത് ചെയ്യാം, ഈ വീഡിയോ തൽക്കാലം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് തന്നേക്കാം. കാണണം എന്നുള്ളവർ പെട്ടെന്നൊന്നുകൂടെ കാണുക. നോട്ട്സ് എന്തായാലും ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തന്നേക്കാം. ഓക്കെ, താങ്ക് യു ഗൈസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. Sir,